ഈ താഴെ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഉപരോധത്തെ മറികടന്നുകൊണ്ട് സ്വന്തം കാറും കൊണ്ട് സ്വന്തമായി ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്ന ഒരു സ്ത്രീ റിവേഴ്സ് എടുത്തപ്പോ ആ കമ്പിയില് വണ്ടി തട്ടി ആ ടെസ്റ്റ് ഫെയിൽ ആയതിന്റെ പേരിൽ ആ പെണ്ണിനെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരെന്ന് പറഞ്ഞ് അവിടെ ഉപരോധം നടത്തുന്ന നാറികള് ആ പോലീസുകാരുടെ MVD ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് ആ പെണ്ണിനെ കൂവി വിളിച്ച് നാണം കെടുത്തുന്നതാണ്. നട്ടലുള്ള ഒരു പോലീസുകാരനോ MVD അവിടെ ഇല്ലെന്നാണോ? ഈ വെളിയിൽ നിന്നുള്ള ഇവരെ, ഈ ഉപരോധം നടത്തുന്ന ആളുകളെ ആ ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിലേക്ക് ഇവന്മാരെ എന്തിനാണ് ഈ MVD കയറാൻ അനുവദിച്ചത്? ഈ കൂവി വിളിക്കുന്ന ഇവന്മാര് പഠിപ്പിച്ചു വിട്ട പല ആളുകളും നല്ലൊരു കയറ്റത്ത് വണ്ടി ഓഫ് ആയി പോയാലോ, അല്ലെങ്കിൽ ഒന്ന് റിവേഴ്സ് എടുക്കേണ്ട അവസരം വന്നാലോ, നല്ലൊരു ടൗണിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വിറച്ചു പോകുന്ന എത്ര ആളുകളുണ്ട്. ഡ്രൈവിംഗ് മര്യാദകൾ അറിയാവുന്ന എത്ര ആളുകളെ ഇവർ പഠിപ്പിച്ചിറക്കി വിട്ടിട്ടുണ്ട്. ആർക്ക് ഡിമ്മടിക്കാനും ബ്രൈറ്റ് അടിക്കാനും അറിയാം, എവിടെ ഹോൺ അടിക്കാൻ പാടില്ല എന്ന് പോലും അറിയാത്ത ആളുകളെയാണ് ഇവന്മാർ പഠിപ്പിച്ചിറക്കി വിടുന്നത്. നിയമങ്ങൾ, നല്ല രീതിയിലുള്ള നിയമങ്ങളെ മാറ്റം വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. ഇവിടെയാണ് മന്ത്രിയുടെയും പോലീസിന്റെയും എല്ലാം പവർ കാണിക്കേണ്ടത്. അവസാനം ആ പെൺകുട്ടിയുടെ അച്ഛന് നേരെ പോലീസുകാരൻ കിടന്ന് ചൂടാവുന്നുണ്ട്, വണ്ടി എന്തിനാ ഇവിടെ നിർത്തി, എടുത്തോണ്ട് പോകാൻ പറഞ്ഞിട്ട്. അവിടെ തുള്ളിയ ഒരുത്തന്റെ നെഞ്ചത്തോട്ട് കയറാനായിട്ട് ഈ പോലീസിനൊന്നും നാക്കുണ്ടായിരുന്നില്ല. എന്തായാലും ആ പെൺകുട്ടിക്കാണ് ഇന്ന് എന്റെ സല്യൂട്ട്. ഇത്രയും എതിർപ്പുണ്ടായിട്ടും തന്റെ അടുത്തോടു കൂടി ആ ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുത്തതിന്. തോൽവിയിൽ മനമെടുക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ പഠിക്കുക, ഇനിയും ടെസ്റ്റ് എടുക്കുക, ലൈസൻസ് എടുക്കുക, നന്നായിട്ട് വണ്ടി ഓടിക്കുക.